ഗുരുവായൂരിലെ പെൺവേഷം കെട്ടിയുള്ള കൊലപാതക ശ്രമത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. തൊടുപുഴ സ്വദേശിയായ യുവതി താമസിക്കുന്ന ഹോസ്റ്റലിൽ കയറിപ്പറ്റാനാണ് പ്രതികൾ പെൺവേഷം കെട്ടിയത്. പടിഞ്ഞാറേ നടയിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് കയറാനുള്ള ശ്രമത്തിനിടെയാണ് പെൺവേഷം കെട്ടിയ പ്രസാദ് പിടിയിലാകുന്നത്. തൊടുപുഴ മുട്ടം സ്വദേശികളായ ആദർശ്, പ്രസാദ്, ബിനീഷ്, ഷാഹിദ്, സ്റ്റീഫൻ എന്നിവരെയാണ് പെൺവേഷം കെട്ടി യുവതിയെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നിതിൻ സേവ്യറുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. നിതിൻ, എന്തൊക്കെ വിവരങ്ങളാണ് ലഭ്യമാകുന്നത്? പോലീസ് എന്താണ് പറയുന്നത്? ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിൽ തൊടുപുഴയിൽ ഗുരുവായൂർ വെച്ച് പെൺകുട്ടിയെ കൊലപ്പെടുത്താനെത്തിയ അഞ്ചംഗ സംഘത്തെ പോലീസ് പിടികൂടുന്നത്. അതായത് പ്രസാദിനെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറയിൽ നടയിൽ വെച്ച് സംശയാസ്പദമായി പോലീസ് കാണുന്നു. ഇയാൾ സ്ത്രീവേഷം കെട്ടി അവിടെ നിൽക്കുന്നത് കണ്ട് സംശയം തോന്നിയ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. അങ്ങനെ പ്രസാദിനെ ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റ് 4 പേർ കൂടി ഇത്തരത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറത്ത് കാറിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഈ പിടികൂടിയ പ്രതികളൊക്കെ തന്നെ നേരത്തെയും കൊലപാതക ശ്രമം അടക്കമുള്ള, പ്രത്യേകിച്ച് ആദർശും പ്രസാദും അടക്കമുള്ളവർ കൊലപാതക കേസുകളിലടക്കം പ്രതിയാണ്. 20-ലധികം ക്രിമിനൽ കേസുകൾ ഉള്ളവരാണ്. അങ്ങനെ ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കൊലപാതക ശ്രമത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ വേണ്ടിയാണ് ഇവർ ഗുരുവായൂരിലേക്ക് എത്തിയത് എന്ന് മനസ്സിലാവുന്നത്. തൊടുപുഴ സ്വദേശിയായ യുവതിയും പ്രസാദും തമ്മിൽ കഴിഞ്ഞ കുറേയേറെ നാളുകളായി പ്രണയത്തിലായിരുന്നു. പിന്നീട് യുവതി പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് പെൺകുട്ടിയെ കൊലപ്പെടുത്താനായി പ്രസാദ് സുഹൃത്തുക്കളുമായി പദ്ധതിയിടുന്നത്. ഇതിനുവേണ്ടിയാണ് ഇവർ ഗുരുവായൂരിൽ എത്തിയത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഗുരുവായൂരിലെ തൃശ്ശൂരിലെ ഒരു സ്വകാര്യ സ്പായിലെ ജീവനക്കാരിയായിരുന്നു യുവതി. പ്രസാദ് തന്നെ കൊലപ്പെടുത്താൻ, അല്ലെങ്കിൽ തന്നെ അപായപ്പെടുത്താനായി ഇവിടെ ഗുരുവായൂരിൽ എത്തിയിട്ടുണ്ട് എന്ന് യുവതി മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ഈ പെൺകുട്ടി ഹോസ്റ്റലിലേക്ക് മാറുന്നത്. ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തും അല്ലെങ്കിൽ അപായപ്പെടുത്തുമെന്നുള്ള കാര്യം പ്രസാദ് ഈ പെൺകുട്ടിയെ വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഏതായാലും ഈ പെൺകുട്ടി ഹോസ്റ്റലിലേക്ക് മാറുന്നു. ഇതറിഞ്ഞാണ് ഹോസ്റ്റലിലേക്ക് സ്ത്രീവേഷത്തിൽ കയറിപ്പറ്റാനുള്ള ശ്രമം ഈ പ്രതികൾ നടത്തുന്നത്. അതിനിടെ പോലീസ് കൃത്യമായി ഇവരെ കണ്ടെത്തിയതോടുകൂടി തന്നെ ഈ കൊലപാതക ശ്രമം പൊളിയുകയായിരുന്നു. ഏതായാലും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യണമെന്നൊരു നിലപാടിലേക്കാണ് പോലീസ് നിലവിൽ എത്തിയിട്ടുള്ളത്. ഈ പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് കണ്ടെത്തി സുരക്ഷിതമായി തന്നെ തൊടുപുഴയിലേക്ക് തിരിച്ചയച്ചിരുന്നു. കൂടുതൽ ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള പ്രതികളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ വിശദമായി തന്നെ ഇവരെ ചോദ്യം ചെയ്യണമെന്നൊരു നിലപാടാണ് നിലവിൽ പോലീസിനുള്ളത്. വൈകാതെ തന്നെ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പോലീസ് കിടക്കുക. ഏതായാലും പോലീസിന്റെ കൃത്യമായ അല്ലെങ്കിൽ സമയോചിതമായ ഇടപെടൽ മൂലമാണ് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്താനുള്ള ഇവരുടെ ശ്രമം പരാജയപ്പെടുന്നത്. പക്ഷേ സ്ത്രീവേഷം കെട്ടി ഗുരുവായൂർ അമ്പലത്തിന്റെ അല്ലെങ്കിൽ പടിഞ്ഞാറേ നടയിൽ വരെ ഇയാൾ കടന്നു കയറിയത് വലിയ സുരക്ഷാ വീഴ്ചയാണെന്ന് കൂടി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓക്കെ, വ്യക്തമാണ്. നിതിൻ സേവ്യറാണ് വിശദാംശങ്ങൾ നൽകിയത്.